ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജോബ്ലെസ് ആർട്ടിസ്റ്റ്. അറബിക് ടീ പോട്ട് സ്കൾപ്റ്റിംഗ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ട്യൂട്ടോറിയലിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. കൂടുതൽ ക്രിയേറ്റീവ് വീഡിയോകൾക്കായി ജോബ്ലെസ് ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇനി നമുക്ക് മോഡൽ ചെയ്യാനുള്ളത് നമ്മുടെ പോട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായ ആ ഒരു തുമ്പിക്കയുടെ ഷേപ്പിലുള്ള ആ ഒരു ട്രങ്കിനെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് കർവ് ട്യൂബാണ്. അതിനുശേഷം ബ്രഷ് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷനിൽ പോയിട്ട് നമുക്ക് റേഡിയൽ സിമെട്രി ഡിസേബിൾ ചെയ്യണം, വൈ ആക്സിസും ഡിസേബിൾ ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ എക്സ് ആക്സിസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം മോഡലിനെ ഞാനൊന്ന് തിരിച്ചു വെക്കുകയാണ് 90 ഡിഗ്രി ആംഗിളിലേക്ക്. അതിനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒരു എം ടി സ്പേസിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മോഡലിനെ നമുക്ക് ഒന്ന് ക്യാൻവാസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ മോഡലിൻ്റെ വലത് ഭാഗത്ത് നിന്നാണ് ഈ ഒരു ട്യൂബ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സ്ട്രോക്കിൽ കർവ് മോഡിഫയേഴ്സിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കർവ് ഫാൾ ഓഫിൽ കാണുന്ന ആ ഒരു 2 പോയിന്റ്സിനെ നമ്മളൊന്ന് ട്വീക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇൻറ്റൻസിറ്റി ഡിസേബിൾ ചെയ്തിട്ട് സൈസ് ആണ് ഇനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ സൈസ് ഒരു എൻഡിൽ വളരെ തിക്കായും മറ്റേ എൻഡിൽ വളരെ തിന്നായും വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യം ആ ഒരു റെഫറൻസ് ഇമേജിൽ നോക്കി ആ ഒരു കർവ് ഷേപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഓരോ തവണ കർവ് ഫാളോ ഓഫിൽ മാറ്റങ്ങൾ വരുത്തിയോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു കർവിന് നടുവിലുള്ള ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റമാണോ കർവ് ഫാളോ ഓഫിൽ വരുത്തിയത് ആ മാറ്റം ഈ ഒരു കർവിൽ റിഫ്ലക്റ്റ് ആകും. കർവിൻ്റെ എൻഡിലുള്ള ആ ഒരു ഗ്രീൻ പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നീക്കിയൊക്കെ വെക്കാൻ സാധിക്കും. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കർവ് കൊണ്ടുവരുന്ന കാര്യം. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അതിനനുസരിച്ച് ടൈം നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസിൽ 2 ട്യൂബ് വന്നിട്ടുണ്ട്. അത് പേടിക്കണം, നമ്മൾ ആ 2 ട്യൂബിനെ ഒറ്റ ട്യൂബായിട്ട് മാറ്റും. നമുക്ക് ആ ഒരു ട്യൂബിൻ്റെ ബോട്ടം സൈഡിൽ കുറച്ച് തിക്നെസ് വേണം. അതിനായിട്ട് നമ്മൾ ആ ഒരു ട്യൂബിനെ നമ്മൾ വേറൊരു സബ് ടൂളിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡൈനാമിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആ 2 ട്യൂബുകളും ഒന്നായി മാറും. ഒന്ന് റീമെഷ് കൂടി നമ്മൾ ചെയ്യുകയാണ്. ഒരു ടാർഗറ്റ് പോളിഗൺ കൗണ്ട് ഒന്ന് ഡിക്രീസ് നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മൾ മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ട്യൂബിൻ്റെ ബോട്ടം സൈഡ് ഒന്ന് തിക്നെസ് കൂട്ടുകയാണ്. എല്ലായ്പ്പോഴും റെഫറൻസ് ഇമേജ് നോക്കി വേണം നിങ്ങൾ ചേഞ്ചസ് വരുത്താൻ. നമ്മുടെ ട്യൂബ് ഏകദേശം ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്തേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫൈനൽ ട്യൂബ് നമുക്കിവിടെ കിട്ടുകയുള്ളൂ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് ടൈം ലാപ്സ് ചെയ്യുകയാണ്. റെഫറൻസ് ഇമേജ് കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് വളരെ സമയമെടുത്ത് വേണം നിങ്ങളുടെ മോഡലിലെ ഓരോ കമ്പോണൻസും സ്കൾപ്റ്റ് ചെയ്യാനായിട്ട്. ഈവൻ നിങ്ങൾ ചെയ്യുന്ന മോഡലിൻ്റെ സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് വേണം സ്കൾപ്റ്റ് ചെയ്യാൻ.
എന്നാൽ മാത്രമേ ആ ഒരു റെഫറൻസ് ഇമേജുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ആർട്ട് വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇനി ഡൈനാമെഷ് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു ട്യൂബിനെ. അതിനുശേഷം നമ്മൾ ക്ലിപ്പ് കർവ് ഉപയോഗിക്കുകയാണ്. ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രോ ചെയ്തുകൊണ്ട് സിംഗിൾ ആൾട്ട് കീ പ്രസ് ചെയ്ത് കട്ട് ചെയ്താൽ നമുക്ക് കർവായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഷാർപ്പ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കട്ട്സ് ആണ് വേണ്ടത്. അതിനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്തതിന് ശേഷം ഡബിൾ ആൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കട്ട്സ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ട്യൂബിന് ബോട്ടത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് ടോപ്പ് ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. അതിനുശേഷം ബോട്ടം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആകും. ഇപ്പോൾ നമ്മുടെ മോഡൽ ഏകദേശം ഒരു ഷേപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും റെഫറൻസ് ഇമേജ് നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഒന്നുകൂടി ആ ഒരു ക്ലിപ്പ് കർവ് ഉപയോഗിച്ചിട്ട് ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വാവ്! ഇപ്പോൾ ആ ഒരു നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു കട്ട് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ നമ്മുടെ മോഡലിനെ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഫ്ലാറ്റ് ബ്രഷാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സർഫേസിൽ നമുക്കൊന്ന് ഇൻഫ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. അതിനുശേഷം മൂവ് ബ്രഷ് ഉപയോഗിച്ച് ആ ഒരു ഷേപ്പിനെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ്. സേവ് ചെയ്യാൻ മറക്കരുത്. ഓരോ തവണ സേവ് ചെയ്യുമ്പോഴും ഒരു ന്യൂ ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ. ഒരിക്കലും ഒരു സിംഗിൾ ഫയലിൽ തന്നെ നിങ്ങളുടെ വർക്കിനെ ഓവർ റൈറ്റ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് ഒരു സിലിണ്ടർ ഇൻസേർട്ട് ചെയ്യാം. ഈ സിലിണ്ടറിനെയാണ് നമ്മൾ നമ്മുടെ പോട്ടിന്റെ ഹാൻഡിലായിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ഒരു സിലിണ്ടറിനെ ഒന്ന് ലെങ്ത് ഒന്ന് കൂട്ടുക. അതിനുശേഷം സിലിണ്ടറിനെ ഒന്ന് ക്രീസ് ചെയ്യുക, സബ് ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം സിലിണ്ടറിനെ ഒന്ന് ഡൈനാമിഷ് ചെയ്യുക ഒരു ലോവർ റെസൊല്യൂഷനിലേക്ക്. നമ്മൾ ഇനിയാണ് ഈ ഒരു സിലിണ്ടറിനെ നമ്മളുടെ ഹാൻഡിൽ ആയിട്ട് മാറ്റാൻ പോകുന്നത്. അതിന് റേഡിയൽ സിമെട്രിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ലൈൻസ് നമുക്കൊന്ന് വരച്ചെടുക്കാം. I think it's coming good. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ലൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡിലിന് പറ്റിയ ആ ഒരു ഹൈറ്റ് ആൻഡ് വിഡ്ത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഈ ഒരു ഹാൻഡിലിനെ ഓട്ടോമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റീൽ ബാർ നമുക്കുണ്ടാക്കണം. അത് വളരെ സിമ്പിളാണ്. ആദ്യം നമുക്കൊരു പ്ലെയിൻ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, പ്ലെയിൻ ഇൻസേർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്ലെയിനിനെ നമ്മളുടെ വുഡൻ ഹാൻഡിലിൻ്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു പ്ലെയിൻ ഒരിക്കലും നമ്മുടെ മോഡലിന് ഇടയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് മോഡലിന് പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ നീക്കി വെക്കുകയാണ്. ഇനി കർവ് സ്ട്രാപ്പ് സ്നാപ്പ് ബ്രഷ് ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്.
അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സിംഗിൾ സ്ട്രാപ്പായിട്ട് കിട്ടുകയുള്ളൂ. സി, നമുക്ക് ഈ ഒരു സ്ട്രാപ്പിനെ പിടിച്ച് ഒരു സെപ്പറേറ്റ് സബ് ടൂളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ Z പ്ലഗിനിൽ കയറുക. Z പ്ലഗിനിൽ സബ് ടൂൾ മാസ്റ്ററിനകത്ത് മിറർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ട്രാപ്പുകൾ നമുക്ക് കിട്ടും. സിമെട്രിയിലായതുകൊണ്ട് നമുക്ക് 2 സ്ട്രാപ്പുകളും ഒരേ സമയം വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കർവ് ചെയ്ത് എടുക്കണം. അതിനെന്ത് ചെയ്യാം? അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം. ടോപ്പിലൊന്ന് കുറച്ച് മാസ്ക് ചെയ്ത ശേഷം അൺമാസ്ക്ഡ് പോർഷൻ നമുക്ക് മൂവ് ബ്രഷ് കൊണ്ട് മൂവ് ചെയ്ത് കർവാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അടവ് പ്രയോഗിക്കും. അത് നടന്നില്ലെങ്കിൽ മറ്റൊരു അടവ് പ്രയോഗിക്കും. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാസ്ക് റിമൂവ് ചെയ്തു ആ ഒരു സ്ട്രാപ്പിനെ ഹാൻഡിലിൻ്റെ കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചൊന്ന് തിക്നെസ്, ഐ മീൻ തിക്നെസ് ഒന്ന് കൂട്ടുകയാണ്. അതിനുശേഷം നമ്മൾ ഇവനെ ഒന്ന് ഡൈനാമിഷ് ചെയ്തു. നമ്മൾ മൂവ് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് മൂവ് ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് അതും പ്രത്യക്ഷത്തിൽ വർക്ക് ആകുന്നില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നടന്നില്ല എങ്കിൽ നമ്മൾ നമ്മളുടെ അവസാനത്തെ അടവ് പുറത്തെടുക്കും. ആ ഒരു അടവാണ് ഡിഫോർമർ യൂസ് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്ട്രാപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത്. അതുവരെ നമുക്ക് മൂവ് ബ്രഷിലൊന്ന് കുറച്ച് നേരം ഒന്ന് വർക്ക് ചെയ്യാം. നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ സ്ട്രാപ്പ് ശരിയാകുന്നില്ല. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡിഫോർമർ യൂസ് ചെയ്യാനായിട്ട് സമയമായി. അതിനായിട്ട് ക്യൂ പ്രസ് ചെയ്യുക. ഡിഫോർം ക്യൂ പ്രസ് ചെയ്യുമ്പോൾ കിസ്മോ 3D വരും. അതിൽ സെറ്റിങ്സിനകത്താണ് നമ്മുടെ മോഡലിൽ എവിടെയോ മാസ്ക് ഉണ്ട്. ആ മാസ്കിനെ റിമൂവ് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടോ ഡിഫോർമർ യൂസ് ചെയ്തപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ? ഇതാണ് കൺട്രോൾ പോയിന്റ്സ്. ഈ കൺട്രോൾ പോയിന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ മോഡലിനെ ഡിഫോം ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം 2 സ്ട്രാപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു സ്ട്രാപ്പ് ആദ്യം ഡിഫോം ചെയ്ത് കറക്റ്റ് ഷേപ്പ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മിറർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ ഒരു കൺട്രോൾ ഷിഫ്റ്റ് ഡ്രാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സബ് ടൂൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു സബ് ടൂൾ നമ്മൾ ഡിഫോം ചെയ്യുന്നു. ഡിഫോമർ ഹാർട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. മാസ്ക് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ഡിഫോമർ ഹാർഡ് ചെയ്യുക. ആദ്യം നമുക്ക് നമ്മുടെ മോഡലിനെ ഒന്ന് മൂവ് ചെയ്ത് സൈഡിൽ കൊണ്ടുപോവുക. അതിനുശേഷം നടുക്കുള്ള കൺട്രോൾ പോയിന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അത് ആക്ച്വലി കൺട്രോൾ ആൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിഫോർമറിൻ്റെ കൺട്രോൾ പോയിന്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ കൺട്രോൾ പോയിന്റ്സിനെയും ഇങ്ങനെ മാറി മാറി തിരഞ്ഞെടുത്ത് അതാത് രീതിയിലുള്ള ഡിഫോർമേഷൻസ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും. അതുവരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ശരിക്കും ആ കർവ് തുടങ്ങുന്നത് നമ്മുടെ ഹാൻഡിലിൻ്റെ ആ ഒരു ബോട്ടം എഡ്ജിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു കർവ് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു എക്സാക്റ്റ് ആ ഒരു കർവ് നമുക്ക് കിട്ടും. ഈ ഒരു കർവ് അവസാനിക്കുന്നത് നമ്മുടെ ലിഡ്, അതായത് അടപ്പിൻ്റെ ആ ഒരു ലെവലിലാണ്. ഐ തിങ്ക് ദിസ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ.
വൺസ് യു ഹാവ് ഫൈനലൈസ്ഡ് നമ്മൾ സി പ്ലഗിനിൽ പോയിട്ട് മിറർ ചെയ്യും. മിറർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും ഒരേപോലുള്ള ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഇത് കിട്ടി, സ്ട്രാപ്പ് കിട്ടി. ഈ സ്ട്രാപ്പിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി കൊടുക്കാം. ബോട്ടം സൈഡ് ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. എന്തിനാണ്? എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട്. ഞാൻ പിവോട്ടിനെ ഞാൻ ആ ഒരു മാസ്ക് ചെയ്ത പോർഷനിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഒന്ന് ചരിച്ചു വെച്ചു. ഇനി അതിനെ ഒന്ന് മാസ്ക് ചെയ്തതിന് ശേഷം അതിനെയും കൂടി ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും, റെഫറൻസ് ഇമേജിൽ ഉള്ള അതേപോലുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ഒരു ബോട്ടം ഒന്ന് കട്ട് ചെയ്ത് കളയാം, നമ്മുടെ ആ സ്ട്രാപ്പിന്റെ ബോട്ടം. അതിനായിട്ട് നമ്മൾ ക്ലിപ്പ് കർവ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിപ്പ് കർവിൽ ബ്രഷിന് നമ്മൾ ലാസോ കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നോട്ട് ലാസോ, ഐ എം സോറി, കർവ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ആ ഒരു സ്ട്രാപ്പിന്റെ ബോട്ടത്തിൽ ചെറിയൊരു കർവ് വരുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണിത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കീപ് ട്രൈയിങ്. മൂവ് ബ്രഷ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് നമ്മളൊന്ന് സ്മൂത്ത് ചെയ്യണം. നമുക്ക് ഇത്രയും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എഡ്ജ് നമുക്ക് ആവശ്യമില്ല. ടോപ്പ് ഏരിയ ഒന്ന് മാസ്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ബോട്ടം ഏരിയ മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ അതിനെ ഒന്ന് ചരിച്ചു. It is going good, I think. ഗിസ്മോ 3D ഉപയോഗിച്ച് നമ്മൾ ആ മാസ്ക് ചെയ്ത പോർഷൻ്റെ ഒരു എൻഡിൽ നമ്മുടെ പിവോട്ടിനെ കൊണ്ടുവച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണ്. ബൈ ലുക്കിംഗ് അറ്റ് ദി റെഫറൻസ് ഇമേജ്. അതിനുശേഷം സ്ട്രാപ്പിനെ ഒന്ന് റീമെഷ് ചെയ്യുകയാണ്. ടാർഗറ്റ് പോളിഗൺ കൗണ്ട് 2 കൊടുത്തു. റീമെഷിങ് ടൈം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനനുസരിച്ച് മാറാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കർവി ആയിട്ടുള്ളൊരു എഡ്ജ് നമുക്ക് കിട്ടി. എല്ലാ വശങ്ങളിൽ നിന്നും നോക്കണം നമ്മുടെ മോഡൽ ഓക്കെ ആണോ എന്നത്. നമ്മുടെ സ്ട്രാപ്പിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം നമ്മുടെ സ്ട്രാപ്പിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഹൈഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു കുഞ്ഞ് സ്ട്രാപ്പിനെ നമ്മൾ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് ആ ഒരു അറബിക് പോർട്ടിൻ്റെ ആ ഒരു കണക്ട് ചെയ്യുന്ന ആ ഒരു കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു സ്ട്രാപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ചെയ്ത സ്ട്രാപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട്
നമ്മൾ പീസസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സി ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു കർവിനെസ് നമ്മൾ ഇവിടെയും കൊണ്ടുവന്നു. നമുക്ക് വേണ്ടത് യെസ് Z ആക്സിസിലെ സിമെട്രിയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ രണ്ട് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഒറിജിനൽ സ്ട്രാപ്പിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിങ്ങനെ ചരിഞ്ഞായിരുന്നു ഇരുന്നത്. അതിനെ ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു. കാരണം നമ്മൾ സിമെട്രി ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ സ്ട്രാപ്പിനെ ഒന്ന് മോഡിഫൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൈറ്റ് സൈഡിലുള്ള സ്ട്രാപ്പിലൊരു ചെറിയൊരു സിമെട്രി ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ Ctrl Z കൊടുക്കുക. രണ്ട് സ്ട്രാപ്പുകളും സിമെട്രി ആയിരുന്ന ടൈമിലുള്ള ആ ഒരു പ്രീവിയസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക. Now it's good. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 3യുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.